അതിനുള്ളിൽ വന്നേക്കുന്ന സംഭവങ്ങൾ കപ്പ, ചമ്മന്തി, പന്നി, ചിക്കൻ. അടുത്തടുത്ത് വരുന്നു. പിന്നെ ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല പന്നിയുടെ റോസ്റ്റ് സെറ്റപ്പിലാക്കിയിട്ടുണ്ട്, പെരട്ട് സെറ്റപ്പ്. ഓക്കെ, ഒന്ന് സൂം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല കൊഴുത്ത ഒരു കോഴിക്കറി. ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടേണ്ടി വരും മിക്കവാറും. കഴിച്ചു നോക്കട്ടെ. 10ൽ നമ്മൾ ഒരു 9.5-10 മാർക്ക് നമ്മൾ കൊടുക്കും. ഹായ് ഹലോ, ഇതാണ് ബ്ലോഗർ മച്ചാൻസ്. പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് സുഖമാണ്, പരമസുഖമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല. അതായത് നമ്മൾ ചെറിയൊരു യാത്ര പോയായിരുന്നു, അതായത് കോട്ടയം വരെ. എൻ്റെ കൂട്ടത്തിൽ ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് അച്ഛനുണ്ട്. അതായത് ഇതിന് മുന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് പോയി കണ്ടിട്ട് വന്നേക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് എന്നൊക്കെ. അപ്പോൾ അച്ഛനൊരു സിംഗറാണ്. കൂടുതലുപരി ഞാൻ മറ്റേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പിന്നെ എൻ്റെ അനിയനും കൂടെ ചേർന്നിട്ട് നമ്മൾ കോട്ടയത്തോട്ട് പോകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിടിലൻ സ്റ്റുഡിയോ സെറ്റപ്പിലോട്ട് മാറ്റുന്നുണ്ട്. അച്ഛൻ്റെ റൂമും കാര്യങ്ങളൊക്കെ. അതായത് എന്താ പറയുക, നല്ലൊരു സിംഗറായപ്പോൾ നല്ല രീതിയിലുള്ള വിഷ്വൽ ബ്യൂട്ടിയുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പ്ലാനുകളൊക്കെ നമുക്ക് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കിടിലൻ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ, അതായത് വിഷ്വൽ ബ്യൂട്ടിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളും വേണമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ നേരെ കോട്ടയം ക്യാമറ സ്കാനിലേക്ക് പോകുന്ന ഒരു യാത്രയും വിവരണങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകും. നമ്മൾ 3 പേരും KSRTC ബസ്സിലാണ്. അതായത് എന്താ പറയാ, നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചർ കോട്ടയം എക്സ്പ്രസ്. നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം, പറഞ്ഞോളൂ, ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത്. അതെ അതെ. എന്ത് വെച്ചാൽ പ്ലാൻ എന്തുവാ? ഇന്ന് നമ്മള് ക്യാമറ സ്കാനി വരെ ഒന്ന് വിസിറ്റ് ചെയ്യാം കോട്ടയം. നമുക്കറിയാം, നേരത്തെ അറിയാം. നമ്മുടെ കോട്ടയത്ത് CD പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് ആ സ്ഥലമൊക്കെ. അപ്പൊ ക്യാമറ സ്കാനിൽ നമ്മൾ പോയിട്ടുമുണ്ട്. നമ്മൾ ഒരു ലൈവ് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ക്യാമറ എടുക്കാൻ വേണ്ടി അന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ ക്യാമറ സ്കാനിൽ പോയി ഒരു ക്യാമറയും അങ്ങനെയുള്ള അതിന്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ലൈവ് ഒരു 6 വർഷം മുമ്പ്, നമ്മുടെ കൊറോണ സമയത്ത്. അപ്പൊ ഇപ്പൊ നമുക്ക് പാട്ടുകളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് അതിന് എന്തൊക്കെ ആക്സസറീസ് വേണം, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം അവിടെ പോയിട്ട്. ഇപ്പൊ സമയം നമുക്ക് 3:30 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 മണി 5:30 6 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കില്ലേ? ഇപ്പൊ നമ്മള് ചെങ്ങന്നൂരല്ലേ? ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം. അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുകൊണ്ടല്ലേ നമ്മള് വേണേ കാറിന് വരാറുണ്ട്. പക്ഷെ KSRTC-യിലൊക്കെ പോകുന്ന രസമല്ല. നമ്മള് കുറെ യാത്ര ചെയ്തതല്ലേ. നമ്മള് ഒരു 13 വർഷം മുമ്പ് കൊട്ടാരക്കരയിൽ കോട്ടയം വരെ 2 വർഷം പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് പാട്ട് പഠിക്കാൻ പോയത്. ഇത് മറ്റേ സുറിയാന് പഠിക്കാൻ പാട്ട് പഠിക്കാൻ പോയപ്പോ അവിടുന്ന് നമ്മുടെ കൊല്ലത്തൂന്ന് എറണാകുളമായിരുന്നു യാത്ര. അപ്പം KSRTC-യും ട്രെയിനും ഒക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. നമുക്ക് അതാണ് രസം, അതാണ് ഇഷ്ടം, അങ്ങനെ പോകുന്നേ. അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര വളരെ ഗംഭീരമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ അമലുണ്ട്, അനിയനുണ്ട്. സുഖമല്ലേ? അപ്പൊ എന്തായാലും നല്ല മഴയൊക്കെയാണ്, നല്ല സുഖമാണ്. ഞങ്ങൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മള് സംഭവം ക്യാമറ സ്കാനിലെത്തി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ്ട് നമ്മുടെ കോട്ടയത്ത് ക്യാമറ സ്കാനിലാണ്. അതാണ്ട് റിങ്ങൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് വൈകുന്നേരം. ഇതാണ് നമ്മുടെ ക്യാമറ സ്കാൻ. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഇവരുടെ കയ്യിലുണ്ട്. ഞാൻ എന്തായാലും അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുവാണിപ്പോൾ. നമ്മളിത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. KSRTC-യിലാണ് വന്നതുകൊണ്ട് ഇവര് നമ്മുടെ അടൂർ സ്റ്റോറിലോട്ട് ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ കൺഫ്യൂഷന് ശേഷം നമ്മളങ്ങനെ നമുക്ക് വേണ്ടുന്ന ഒരു കിടിലൻ ലൈറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വാമും വൈറ്റും
എല്ലാം മിക്സ് ആയിട്ടുള്ളതും എല്ലാ സെറ്റപ്പും കൂടെ ഉള്ള ഒരു കിഡിലനൊരു ലൈറ്റ്. ഇതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത് NANTU, അതായത് നന്ദു എന്നൊക്കെ നമ്മൾ വായിക്കും. അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസിനകത്തൊക്കെ വൈറലായിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. അച്ഛനാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അതിന്റെ കൂട്ടത്തിൽ നല്ലൊരു കിഡിലൻ കൊടയും ഒരു സ്റ്റാൻഡും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അച്ഛൻ മുഖത്തോട്ട് ലൈറ്റൊക്കെ അടിച്ച് നോക്കാൻ പറയുകയാണ്, ഇത് എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ട്, നിന്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ എങ്ങനെയാണ്, നമുക്ക് വർത്താണോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ലൈറ്റും കാര്യങ്ങളും അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ പറ്റി കൂടുതൽ അറിയുന്നത് എന്നെക്കാളും എൻ്റെ അനിയനാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ASJ ക്ലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് അവന്. ഇതിൽ ഫോട്ടോസ് ഒക്കെ എടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചതായിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ഇരിക്കുന്ന നമ്മുടെയാണ്. എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത സാധനം തോന്നുന്നു. മൊത്തത്തിലുള്ള അഭിപ്രായം എന്താ? മൊത്തത്തിൽ നമ്മൾ പൊളിക്കും. നമുക്ക് കുറച്ച് പാട്ടൊക്കെ എടുക്കണ്ടേ? പാട്ടൊക്കെ എടുക്കാൻ ലൈറ്റ് നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈലും ക്യാമറയൊക്കെ ഉപയോഗിച്ച് നമുക്ക് പാട്ടുകൾ എടുക്കാം. അതായത് ലൈറ്റ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ഈ ക്വാളിറ്റിയിലുള്ള ഇത് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സംഭവമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ റൂമിൽ ചെന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണോ നമുക്ക് ഇനി ചെന്നാലേ അറിയാൻ പറ്റും. അതത്ര അറിയാൻ പറ്റത്തില്ല. അല്ല, ഇത് നല്ല ഔട്ട്പുട്ട് ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. നമ്മള് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു അത്രയും വില വന്നു. ഇനി എന്തായാലും വിലയും കൂടെ അടിച്ചിട്ട് നമുക്ക് നോക്കാം. കൊറിയർ അയക്കില്ലയോ? കൊറിയർ അയപ്പിക്കാം. നമ്മുടെ അടുത്തോട്ട് ഓക്കെ. ക്ഷീണിച്ചോ? നോക്കി ക്ഷീണിച്ചോ? കൺഫ്യൂഷൻ ആയില്ലേ? കുറെ സാധനങ്ങളൊന്നും എടുക്കണമെന്ന് അറിയത്തില്ല. അടിപൊളി. ഞങ്ങളെന്തായാലും ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. പൈസ അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇതുണ്ടോ, മഴ പെയ്തില്ല എല്ലായിടത്തും. നമ്മൾ ഈ ഒരു ലൈറ്റിന്റെ സ്റ്റാൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കൊറിയർ അയച്ചുകൊണ്ട് നമ്മൾ ഇത് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ പോവാം. ഇത് അവർക്ക് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? അതുകൊണ്ടായിരിക്കും അവർക്ക് കൊണ്ടുവരുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അതായത് കൊറിയർ അയക്കുമ്പോൾ ഇത് തല്ലിപ്പറഞ്ഞു പോകും. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് അച്ഛനാണ്ട് വഴി പോകുന്നുണ്ട്. ഞങ്ങളൊരു മൊബൈൽ കട കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അച്ഛൻ്റെ ഒരു ഫോണിന്റെ ഒരു കവർ മാറ്റണം. കണ്ട്, ഇതാണ് ഫോണിന്റെ കവർ. അതിന്റെ ഒരു അവസ്ഥ കാരണം അത് മാറ്റണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക അച്ഛൻ. എന്നാ പിന്നെ അതും മാറ്റി ഒരു ചായയൊക്കെ കുടിക്കാൻ പറഞ്ഞു ഇറങ്ങിയിരിക്കുക. ഞങ്ങള് കോട്ടയം തെരുവീതികളിലൂടെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. വൃത്തിയുണ്ട്. സ്ക്രീൻ കാർഡ് മാറ്റോ? സ്ക്രീൻ കാർഡ് അല്ലേ? ഈ വിവോ X80 എന്ന് പറയുന്ന ഫോണിന്റെ കവർ കിട്ടി ഒരു കടയിൽ നിന്ന്. അടുത്ത കടയിൽ കയറിയപ്പോൾ എന്താ പറയാ, നമുക്ക് മറ്റേ ഇതും കൂടെ വേണമായിരുന്നു, അതായത് സ്ക്രീൻ കാർഡും കൂടെ വേണമായിരുന്നു. അത് കിട്ടിയില്ല. ഏറ്റവും അവസാനം ഒരു 4 കടയിൽ കയറി കഴിഞ്ഞപ്പോൾ സാധനം കിട്ടി. എന്തായാലും ഒട്ടിച്ചു നോക്കട്ടെ, എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇത്രയും നേരം ഇവിടെ തപ്പുമായിരുന്നു ഇതിനകത്ത്. എന്തായാലും നോക്കാം, ഈ ഒരു കടയിൽ കിട്ടിയിട്ടുണ്ട്. അവർ ഒട്ടിയിൽ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, അപ്പോൾ പരിപാടിയാണ്. ഒരു യൂട്യൂബ് ബ്ലോഗാ, പേടിക്കണം. ഈ ഗ്ലാസ് റയറാണ്, ഇപ്പൊ അങ്ങനെ ഇല്ലയോ? അറിയോ? ഈ മോഡലിന്റെ സാധനങ്ങളൊക്കെ ഔട്ടായോണ്ടല്ലേ ഇപ്പൊ ഇറങ്ങുന്നില്ല ഇതില്ലേ? ഓക്കെ, അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ലൈറ്റിന്റെ അടിയിൽ ഇങ്ങനെ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റോട് കൂടെ തന്നെ ഈ സംഭവം റെഡിയായി കിട്ടും. അങ്ങനെ നമ്മള് ഒരു കുറേ ചായക്കട തോന്നി. കുറെ ഫുഡുണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഇല്ലേ? അതിനാണ് നമ്മളിത് പൈസ കൊടുത്തിട്ടായാലും വാങ്ങിച്ചത്. എന്തായാലും മെനക്കിടുമ്പോൾ നമ്മളെന്തായാലും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കണം. മാഹി കഫേ അല്ലേ? അപ്പം മാഹി കഫേയിലാണ് ഞങ്ങൾ കുറേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് അലഞ്ഞ്
ഓർലിക്സ് ചായ, ബൂസ്റ്റ് ചായ എല്ലാം ആയിട്ടുണ്ട്. സെൽഫ് സർവീസ് ആണ്, സെൽഫ് സർവീസ് ആയിരിക്കും. സംഭവം എങ്ങനെയുണ്ട്? നീ പിടിച്ച, ഞാൻ എടുത്തിട്ട് വരാം. മസാല കടിഞ്ചായ അത് വേണം. അപ്പോഴേ ഓണല്ലേ, ചിക്കൻ കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. മാഹി കഫേ സംഭവം ഉള്ളിലോട്ട് കയറിയാ വന്നത്. ഒരുപാട് ചായക്കട കയറി ഇല്ല വെച്ചാ. ചായക്കട കയറിയിട്ട് ഞങ്ങൾ തന്നെ നടന്ന് ഇപ്പൊ ഒരു 30 ചായ കുടിക്കേണ്ടതിന് എനർജി വേസ്റ്റ് ആയി. വെള്ളം കഴിക്കട്ടെ, ഞങ്ങൾ കുറെ അലഞ്ഞ്. ഓക്കെ, ഒരു ബൂസ്റ്റ് ചായക്കട പറഞ്ഞിട്ടുണ്ട്. നല്ല സാധനമാണെന്നാണ് പറയുന്നത്. വളരെ ചായയും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി പോയിട്ട് കോട്ടയത്ത് നിന്ന് കാര്യമാവട്ടെ, അടുത്ത എന്തെങ്കിലും ഫുഡ് സ്പോട്ടിലോട്ട് വലിയോ അതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് സ്കൂട്ടാവാം. ചങ്ങനാശ്ശേരി ഇറങ്ങി ജ്യൂസ് കുടിക്കാം. മറ്റേ അവക്കാടോ ആണോ? അത് രാത്രി വരെ കാണുമോ? ആണോ? എന്നാൽ പിന്നെ അതും നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളാണെങ്കിലേ കോട്ടയത്ത് നമ്മൾ മൊബൈൽ നന്നാക്കുന്ന ആ കടയിൽ കയറിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി ദാഹിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കട ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, നമ്മുടെ മാഹി കഫേ ആണ്. മാഹി കഫേ നിങ്ങൾ പോയി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് സ്മരിക്കും ഞങ്ങളെ. ഉറപ്പായിട്ടും ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അതായത് അവരുടെ ഫേവറേറ്റ് കടയാണ്, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കടയാണെന്ന് പറഞ്ഞത്. എന്നാലും ഞങ്ങൾ അടിയുറച്ച് വരയൊക്കെ ഇട്ട് ഞങ്ങൾ പറയുന്നുണ്ട് നല്ല അടിപൊളി കടയാണ്. ഉള്ളിലോട്ടാണെന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനെ ഇഷ്ടപ്പെട്ടു. അവരെ നമ്മൾ സ്മരിച്ചു. നല്ല നല്ല ചായ. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കുക. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഒരു കാറിനകത്താണ് യാത്ര ചെയ്യുന്നത്. എന്താണ് ഈ കാറിനകത്ത് യാത്ര ചെയ്യുന്നത് അടുത്ത സീനിൽ കാണാം. അപ്പോഴേ നമ്മളാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാം കേട്ടോ, ചെറിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തോട്ടോ അത്. അപ്പോഴേ നമ്മളെന്തായാലും കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയത് എങ്ങനെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റ് കുറേ ഹോട്ടലുകൾ തപ്പി. എന്നാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് എന്താ പറയുക, അച്ഛൻ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് വിളിച്ചു ചോദിച്ചു. എനിക്കറിയത്തില്ല എന്താ കണക്ഷൻ ഒന്നും, അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ, ഇത് നമ്മുടെ വഴുതാനം, നമ്മുടെ ഞാനിരിക്കുന്ന പള്ളി, വികാരിയായിട്ടിരിക്കുന്ന പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ അവിടെ അംഗമായിരിക്കുന്ന റൂബിയുടെ ഇവിടാണ് കെട്ടിച്ചേക്കുന്നത്. അപ്പം കുറേ നാൾ കൊണ്ട് ഇങ്ങോട്ട് വരണം എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് അവരെയും കൂട്ടി നമ്മൾ പുറത്തു പോകാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഫുഡ് റെഡിയാക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ വീട് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. എനിക്ക് ഇത് സൂപ്പർ വീടാണ്, അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീട് ഞാൻ ചോദിച്ചു പണിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് 8 വർഷമായി. 8 വർഷമായെന്ന് കണ്ടാൽ പറയും. നീ ആ വീടിന്റെ ബ്യൂട്ടിയൊക്കെ അടിപൊളി സെറ്റപ്പ് വീടായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതായത് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഹോട്ടലിൽ പോയതിനേക്കാൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്ന് വിടത്തുള്ളൂ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വെൽക്കം ഡ്രിങ്കിൽ തുടങ്ങാം. ഓക്കെ, അപ്പോഴേ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സമയം എന്തോയി? സമയം 9:35 ആയിട്ടുണ്ട്. ഞങ്ങളെന്തായാലും കഴിക്കാനിരുന്നു. അച്ഛാ, അരമണിക്കൂർ കൊണ്ടോ അതോ 1 മണിക്കൂർ കൊണ്ടല്ലേ? അരമുക്കാൽ മണിക്കൂർ പറഞ്ഞിട്ടായുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഭവങ്ങൾ, അതിനുള്ളിൽ വന്നേക്കുന്ന സംഭവങ്ങൾ കപ്പ, ചമ്മന്തി, പന്നി, ചിക്കൻ അടുത്തടുത്ത് വരുന്നു. പന്നി. പിന്നെ അപ്പൊ ഇത്ര സംഭവം റെഡി ആയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ നോക്കണം അല്ലേ? കഴിക്കാനൊന്നും അത് പറയാനൊന്നും ഇല്ല. കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങളൊക്കെ എന്ത് സെൻസിറ്റീവാണ്. ഇവർക്കൊക്കെ പേടിയാ. ഇനി ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. വാ ഓടി വാ. നിങ്ങളൊക്കെ പുതിയ യുഗത്തിൽ ജീവിക്കുന്നവരല്ലേ? വന്നേ.
അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. സംഭവം നല്ല അപ്പവും പന്നിക്കറിയും. നാണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ട്. താരമാണ്. പേരെന്താണ്? എബിനിക്ക് വന്നേ. യൂട്യൂബ് ചാനലൊക്കെ ഇട്ടില്ലേ? എബിൻ എത്രല്ല പഠിക്കുന്നത്? 6ല്. അടിപൊളിയാണോ? സുഖമാണോ? കുക്കിംഗ് ചെയ്യോ? കുക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ചെയ്യാറുണ്ടോ? പപ്പടം പൊള്ളിക്കാറുണ്ടോ? ചായ ഇടാറുണ്ടോ? മാഗി ഉണ്ടാക്കുവോ? പിന്നെന്താണോ നീ ഷെഫായി? പ്രശ്നമില്ല. ആണോ? അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഇതിന്റെ മമ്മിയുടെ ഭക്ഷണം എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ. ആ നീ എടുക്കുക. അങ്ങനെ ഒരു സംഭവം നീ അവിടെ പോയിരുന്നു. നിങ്ങൾ എങ്ങനെ തല കാണണം, വാല് കാണരുത്. കൊണ്ടാണ് ഇന്ന് ഇടിപ്പിക്കുന്നത്. എന്റെ പന്നിക്കറിയൊക്കെ എടുത്ത് പന്നി റോസ്റ്റ് സെറ്റപ്പിലൊക്കെ എടുത്തേക്കുന്നുണ്ടോ? അതെ അതെ, ഫ്രഷ് പൊറോട്ടയൊക്കെയാണ് അവൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെത്തോലി. മോനെ ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് കാണിച്ചേ. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല പന്നിയുടെ റോസ്റ്റ് സെറ്റപ്പിലാക്കിയിട്ട് പെരട്ട് സെറ്റപ്പ്. ഓക്കെ, സൂം ചെയ്യുന്നതായിരിക്കും. ചരിക്കണ്ട നേരെ വെച്ചു. അടിപൊളി കേട്ടോ. കുരുമുളകിന്റെ ഒക്കെ ഒരു അവിടെ പോകുന്നതിനെക്കാട്ടും നല്ലത് ഇവിടാന്ന് മനസ്സിലായില്ലേ? നമ്മളൊക്കെ ക്ഷീണം തീർന്നല്ലോ. അതെ അതെ, നമ്മള് വലിയ ഹോട്ടലിലൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല കിഡിലൊരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ കണ്ടില്ലല്ലേ? അവൻ കണ്ടില്ല. ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പേര് ആൽബിൻ, ഷെഫ് ആൽബിൻ. ഇവിടെ അല്ലായിരുന്നു, നമ്മുടെ ഇവിടെ അല്ലായിരുന്നു ജീവിതം. അപ്പോൾ നല്ല കൊഴുത്ത ഒരു കോഴിക്കറി. ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടേണ്ടി വരും മിക്കവാറും. ബട്ടർ അല്ലേ? കൊഴുത്ത ഒരു പന്നിക്കുട്ടിയെ നമുക്ക് വേണ്ടി കഴിച്ചു നോക്കട്ടെ. എല്ലാം നല്ല 2 ഐറ്റം കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 10ൽ നമ്മൾ ഒരു 9.5-10 മാർക്ക് നമ്മൾ കൊടുക്കും. അടിപൊളിയായിട്ടുണ്ട്. 100 കൊടുക്കുക. ഞാൻ 100 കൊടുക്കാം അല്ലേ? 100 അച്ഛൻ പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ അപ്പീലില്ല. എന്നാൽ പിന്നെ പൊറോട്ട നമ്മുടെ ഓക്കെയാണ്, പ്രശ്നമില്ല. എനിക്ക് കറികളുടെ ടേസ്റ്റ് കിട്ടിയാൽ മതി, വേറൊരു സീനും ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ ബാക്കി മൊത്തം ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നമുക്ക് എടുക്കാം വെച്ചാൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഈ വീട്ടിൽ നിന്ന് ഇത്രയും പേര് എന്തായാലും ഭക്ഷണമൊക്കെ തന്നു. അടിപൊളി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊരു ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് കണ്ട് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. എന്താ പറയുക, ഇത്രയും പേരുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം 10 മണി. ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും എടുത്താലേ ഞങ്ങൾക്ക് എന്തായാലും 1.5 മണിക്കൂറെങ്കിലും എടുത്താലേ ഞങ്ങൾക്ക് എന്താ പറയുക വീട്ടിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ചെല്ലി. അപ്പൊ എന്തായാലും ഞങ്ങളെ അടൂർ എത്തിയിട്ടുണ്ട്. അച്ഛൻ നാട്ടിലൂടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ പോവല്ലേ? ആള് വന്നു വിളിക്കാൻ ആള് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞങ്ങൾ എന്തായാലും വീണ്ടും കാണാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ. അപ്പൊ എന്തായാലും ഞങ്ങള് അടൂർ എത്തിയിട്ടുണ്ട്. റെക്കോർഡ് ആവത്തിട്ടല്ലോ അല്ലേ? സമയം എന്തായെന്ന് പറ, നിങ്ങൾ പറ. 12 മണി. അടൂരോട് ഞങ്ങൾ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാമും യാത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അച്ഛനെ എന്തായാലും അച്ഛൻ്റെ ചേട്ടൻ വിളിക്കാനൊക്കെ വന്നു. ഞങ്ങളുടെ വണ്ടി ഇവിടെ പേ ആൻഡ് പാർക്കിലുണ്ട്. ഞങ്ങൾ ഇനി വണ്ടി എടുക്കണം, നേരെ വണ്ടി വിടണം, സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, പോലീസ് പിടിച്ചില്ലേ നാളെ കാണാം. നാട് സൈറൊക്കെ ഇട്ടെങ്കിൽ എന്റെ പൊന്നളിയ. ഞങ്ങളെന്തായാലും ബൈ. പുതിയൊരു വീഡിയോ കാണാം. ബൈ.